അല്ല വിഷുവിന് ആരും ക്ഷണിച്ചില്ല. ആരുമില്ല. വിഷമമുണ്ടോ? വിഷുവിന് ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ വിളിക്കുന്ന റഹ്മത്തുഖാനെ കണ്ടിട്ട് ഞാൻ നേരെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷൈജോട്ടന്റെ വീട്ടിലേക്ക് കേട്ടോ. അവിടെ അത്യപാട് പടകവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന കണ്ടതിന് ശേഷം ഷൈജോട്ടനെ കണ്ട് ഒരു കൈയൊക്കെ കൊടുത്തിട്ട് അടങ്ങിന് ഇരിക്കുന്നവരാണ് ഷൈജോട്ടൻ ഇങ്ങനെ ഓരോ കഥയൊക്കെ പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ട ഉടനെ സെറാക്കിയ ഡ്രസ്സൊക്കെ അങ്ങ് റെഡിയാക്കി കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച ഉടനെ ആശ്മങ്ങ് തുടങ്ങുകയൊക്കെ ചെയ്തതിനു ശേഷം ഞങ്ങൾ അടിപൊളി സദ്യയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കുന്നേരം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഐറ്റം തന്നെ അടണ്ടേനു. എന്തെന്നല്ലേ, ബിരിയാണി തന്നെ. പിന്നെ നോക്കണ്ടല്ലോ, ആ ബിരിയാണി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഷൈജേട്ടന്റെ മാമ വന്നിട്ട് പറയുന്നത് വെച്ചുകൊണ്ട് ഞാൻ വെച്ച ചോറാന്ന്. ഞാൻ പറഞ്ഞു നല്ല അടിപൊളി ചോറായിക്കെന്ന് പറഞ്ഞ ഉടനെ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കൈയൊക്കെ അങ്ങ് കൈ കിട്ടോ. കൈക ഉടനെ ഞാനൊന്ന് ഡൈനിയാളിലേക്ക് പോയിട്ട് ഒരാളുടെ താടിക്ക് കൈ കൊടുത്തിട്ട് ചോറ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുലുമാലൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷൈജേട്ടൻ പറയുന്നത് വെച്ചുകൊണ്ടെങ്കിൽ ചോറ് ഇതാ മോളെ കഴിച്ചോന്ന്. അങ്ങനെ അത് കിട്ടിയ ഉടനെ ഓളെ മുഖത്തുള്ള ഒരു സന്തോഷം കണ്ടില്ലേ, ഇത് ഷൈജേട്ടന്റെ ഏട്ടനാട്ടോ. അങ്ങനെയെല്ലാം കൂടി ഷിജിന പറഞ്ഞു വെച്ചുകൊണ്ട് ഇതാ ഈ ഇരിക്കുന്ന ഷിജിന പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ അരിയത്തിരിക്കുന്ന എന്റെ ഭർത്താവാണ്, ചിക്കൻ എനിക്ക് തിരിച്ചു തരണേന്ന്. അങ്ങനെ ആ ചിക്കനും അടിച്ചു മാറ്റിയിട്ട് ഓള് തിന്നുന്ന സമയത്തോട് പറഞ്ഞ് കേറ്ററിംഗിന്റെ പരിപാടിയൊക്കെ ഉണ്ട്, ആരെന്തെങ്കിലും വിളിച്ചേക്ക്, ഡ്രസ് കോഡാണ്.